നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് സന്ദർശനം നടത്താനായിട്ട് എത്തിയപ്പോൾ CPM വിചാരിച്ചൊരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. പക്ഷേ ഒരു പ്രഖ്യാപനവും നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല. അങ്ങനെ 2-3 മണിക്കൂർ തിരുവനന്തപുരത്ത് ചെലവഴിച്ചതിന് ശേഷമാണ് നരേന്ദ്രമോദി ചെന്നൈയിലേക്ക് പോയത്. അതിനുശേഷമാണ് ദില്ലിയിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു സുപ്രധാനമായ ഒരു പ്രഖ്യാപനം ദില്ലിയിൽ നിന്നും വരുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം റിപ്പബ്ലിക് ദിനമാണ്, പത്മവിഭൂഷൺ, അങ്ങനെ ഭാരതരത്ന, അങ്ങനെ ഉൾപ്പെടെയുള്ള പല അവാർഡുകളും പ്രഖ്യാപിക്കും, രാഷ്ട്രപതിയുടെ പ്രത്യേക മെഡലൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പ്രഖ്യാപിക്കും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ CPM-നും അതോടൊപ്പം തന്നെ പിണറായി വിജയനും അതോടൊപ്പം തന്നെ ഗോവിന്ദൻ മാഷിനും ഒരു നെഞ്ചത്തൊരു അടി കിട്ടുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ CPM-ന് വലിയ രീതിയിലുള്ള ഒരു പ്രഹരമുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു നീക്കം നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും പിണറായി വിജയൻ കരുതിയിട്ടില്ല, വിചാരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പോലും അങ്ങനെ ഒരു നീക്കം, അതായത് VS അച്യുതാനന്ദനെ ഒരു മരണാന്തര ബഹുമതി നൽകി ആദരിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഒരു തരത്തിലുമുള്ള ഒരു സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സൂചന പോലും മോദി നൽകിയില്ല, മോദിയുടെ ടീമും നൽകിയില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം കച്ചിച്ചിട്ട് തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യാത്തൊരവസ്ഥയിലോട്ടായി. കേന്ദ്രം VS അച്യുതാനന്ദന് നൽകിയ പത്മ പുരസ്കാരം അത് വാങ്ങിക്കരുത് എന്ന് അച്യുതാനന്ദന്റെ മകനായ അരുണിനോട് CPM പറഞ്ഞാൽ അത് വലിയ രീതിയിൽ മുഖ്യമന്ത്രി, അതായത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദനെ ആദരിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന CPM സഖാക്കന്മാർക്ക് വലിയ രീതിയിലുള്ള ഒരു ദേഷ്യമുണ്ടാകും. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് CPM-നെ വലിയ ആശയക്കുഴപ്പത്തിലാക്കും. അതുകൊണ്ട് മിണ്ടണോ വേണ്ടയോ എന്നൊരു അവസ്ഥയിലാണ് നിലവിൽ ഇപ്പോൾ CPM-ഉം പിണറായി വിജയനും ഗോവിന്ദൻ മാഷും നിൽക്കുന്നത്. നിലവിൽ 1992 EMS പത്മ അവാർഡ് നിഷേധിച്ചു. 2008 ജ്യോതി ബസുവും 2022 ബുദ്ധദേവ് ഭട്ടാചാര്യയും നിഷേധിച്ചു. 2022 KK ശൈലജയും തനിക്ക് കിട്ടിയ മാഗ്നസെ അവാർഡ് നിരസിക്കുകയാണ് ചെയ്തത്. കേരളം രാഷ്ട്രീയമായി പിടിക്കാനുള്ള പടവുകൾ കെട്ടിയൊതുക്കുന്ന BJPക്ക് അതിനുള്ള സാമൂഹ്യ അന്തരീക്ഷം ഒരുക്കാവുന്ന വിധമാണ് പത്മ പുരസ്കാരത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ച അംഗീകാരം. BJPയുടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു കാലത്തും തയ്യാറാകാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവായ VS അച്യുതാനന്ദനെയാണ് മരണാന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്. ഒപ്പം 3ാം വട്ടം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ എത്തണമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയിലൂടെ വിവാദത്തിൽ ഉടനീളം ഇടപിടിക്കുകയും ചെയ്ത വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷണം നൽകി രാജ്യം ആദരിച്ചിരിക്കുകയാണ്. ഇത് രണ്ടും സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ ഒരു പ്രധാന കാര്യം. മമ്മൂട്ടിയുടെയും കലാമണ്ഡലം വിമല മേനോന്റെയും പേര് സംസ്ഥാനത്തിന്റെ ശുപാർശ പട്ടികയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണയും മമ്മൂട്ടിയെ സർക്കാർ നാമനിർദ്ദേശം ചെയ്തതാണ്. കേന്ദ്രത്തിന്റെ ശത്രുതാ മനോഭാവം പ്രചാരണ ആയുധമാക്കുന്ന CPM-ന് നൽകുന്ന സർജിക്കൽ സ്ട്രൈക്കാകും പത്മ പുരസ്കാരം എന്ന സൂചന ചില സംഘപരിവാർ കേന്ദ്രങ്ങൾ കുറച്ച് ദിവസത്തിന് മുമ്പേ നൽകിയിരുന്നു. അതായത് ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫ് ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ തലേ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പിട്ടിരുന്നു. അതായത് ഏറെ സന്തോഷവും അഭിമാനവും വരുന്ന വാർത്ത കേൾക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമെന്നായിരുന്നു. കേരളത്തിൽ ജനപിന്തുണയുടെ കാര്യത്തിൽ സമാനതകളില്ലാത്ത കമ്മ്യൂണിസ്റ്റ് മുഖമായിരുന്നു VS അച്യുതാനന്ദൻ്റേത്. അദ്ദേഹത്തിനെ ആദരിക്കാൻ BJP സർക്കാർ തയ്യാറാകുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം വലിയ ഏറെയാണ്. കേരളത്തിലെ ഇടതു മനസ്സിലേക്ക് BJPക്ക് ഇടം നേടാനാകുന്ന പരിഗണനയായി ഈ പുരസ്കാരത്തിന് പിന്നിലെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നവരുണ്ട്. വെള്ളാപ്പള്ളിയുടെ അംഗീകാരത്തിനും രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. NDA മുന്നണിയിൽ നിൽക്കണോ പോകണോ എന്ന ആഭ്യന്തര ചർച്ചയിൽ മുറുകി നിൽക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന BDGS. ആ നീക്കത്തിന് ചെക്ക് വയ്ക്കുന്നതാകും ഈ പുരസ്കാരം. NSS അതോടൊപ്പം തന്നെ SNDP ഐക്യത്തിന് ആദ്യം കാഹളം മുഴുകിയത് വെള്ളാപ്പള്ളിയാണ്. ഹിന്ദു സംഘടനയുടെ ഐക്യം എന്ന നിലയിലേക്ക് ഇതിനെ മാറ്റണമെന്ന് സംഘപരിവാർ സംഘടനകൾക്ക് ആഗ്രഹം ഏറെയാണ്. അതിലൊക്കെ ഉപരിയായി ഈഴവ വോട്ടുകളെ അടുപ്പിച്ചു നിർത്തുക എന്നതാണ് BJPയുടെ മുഖ്യ ലക്ഷ്യം. ഇതേ വോട്ട് ബാങ്കിലാണ് ഇടതുപക്ഷവും കരുതലോടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ കരുത്തോടെ നിൽക്കുന്നത്. ലോക്സഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ തിരിച്ചടിയിൽ ഈഴവ വോട്ടുകളിൽ ചോർച്ച ഉണ്ടായെന്ന് CPM വിലയിരുത്തുകയാണ്. ഇതിന് പിന്നാലെയാണ് മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തിയിട്ടും വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്ന സമീപനം മുഖ്യമന്ത്രിയും CPM-ഉം സ്വീകരിച്ചത്. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയുടെയും അതോടൊപ്പം തന്നെ ഈഴവ വോട്ടിന്റെയും ഗുണഭോക്താക്കളായി മാറാനാണ് BJPയുടെ പരിശ്രമം.
ഫലത്തിൽ വെള്ളാപ്പള്ളിക്കും VS-നും പുരസ്കാരം നൽകിയതിലൂടെ CPM-ന്റെ രാഷ്ട്രീയ കളത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു മുന്നൊരുക്കം കൂടി BJPക്ക് ഉണ്ട് എന്ന് വിലയിരുത്തേണ്ടി വരും.